അങ്ങനെ വോട്ടെണ്ണലും കഴിഞ്ഞു. കോൺഗ്രസിലെ എണ്ണമറ്റ ഗ്രൂപ്പുകളെയും UDF-ലെ എണ്ണമറ്റ ഘടകകക്ഷികളെയും ഒന്നിപ്പിച്ച് നിർത്തിയ ടീം UDF-നും കപ്പിത്താൻ VD സതീശനും ഹാറ്റ്സ് ഓഫ്. തീർച്ചയായും വലിയ നേട്ടമാണ് അവർക്ക് ഇത്. പക്ഷെ ഇന്നേ ദിവസം അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊരു വിഷയമുണ്ട്. വിശാലമായ അർത്ഥത്തിൽ നോക്ക്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്താ സംഭവിച്ചത്? ഇന്ത്യ മുന്നണിയെ BJP കശക്കി എറിഞ്ഞു എന്ന് പറയും. BJPയെ നേരിട്ട് എതിർത്ത രണ്ട് നേതാക്കന്മാർ, ഒന്ന് മമതാ ബാനർജി, രണ്ട് DMK സ്റ്റാലിൻ, രണ്ടുപേരും വീണു. ഈ ഇന്ത്യ മുന്നിൽ ആരാ ഉള്ളത് BJP എതിർക്കാൻ? കാര്യമായ ആരും തന്നെ ഇല്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനില് ഇന്ത്യ മുന്നണി നേതാവ് മുമ്പോട്ട് വരികയും പ്രധാനമന്ത്രിയാകാൻ വ്യാമോഹം കൊള്ളുകയും ചെയ്ത ആളായിരുന്നു നിതീഷ് കുമാർ. കൂടെ കൂട്ടി ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്ത് പുറത്ത് കളഞ്ഞു. ഇനി നിതീഷ് കുമാറിന് ബീഹാർ എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രം. BJP പൂർണ്ണമായി നിയന്ത്രിക്കുന്നു ഇപ്പോൾ ബീഹാറിനെ. അങ്ങനെ അങ്ങോട്ട് തങ്ങളുടെ ശത്രുക്കളെ ടാർഗറ്റ് ചെയ്ത് ഓരോരുത്തരെയും വീഴ്ത്തുകയാണ് BJPയും നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ടും. ബീഹാറിൽ സംസ്ഥാന ഇലക്ഷൻ തൂത്തുവാരിയപ്പോൾ അന്ന് BJP പറഞ്ഞു, ബീഹാറിൽ ഇതാകാമെങ്കിൽ ബംഗാളിലും ആകാം. അവരത് പൂർത്തിയാക്കി. പിന്നെയുള്ള ശത്രു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശ്രീമാൻ പിണറായി വിജയൻ മോഡിയെ എതിർക്കാനൊന്നും പോയില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് നീങ്ങുകയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് BJPക്ക് ഹറാമാണെന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കഥ കഴിഞ്ഞു, DMKയുടെയും കഥ കഴിഞ്ഞു, മമതാ ബാനർജിയുടെയും കഥ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ സമ്പൂർണ്ണ വിജയമാണ് ഈ ഇലക്ഷനിലൂടെ വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായ അമിത്ഷായെയും അഭിനന്ദിക്കാവുകയില്ല. ഹാറ്റ്സ് ഓഫ് ടു ദിയർ വെൽ പ്ലാൻഡ് പ്രോഗ്രാംസ്. അവർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്ലാൻ ചെയ്താണ് ഇവയൊക്കെ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ ശത്രുസംഹാരം നടത്തുന്നത്. ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് BJP എന്ന ഒരേ ഒരു പാർട്ടി മാത്രം മതി. അതിലേക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ക്രമേണ. എപ്പോൾ അത് പൂർത്തിയാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതാണ് ബൈ ഇലക്ഷൻ പാഠം 1. പാഠം 2 അടുത്ത വീഡിയോയിൽ. താങ്ക് യു.